ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാത്രിയിൽ നമ്മൾ എങ്ങനെ സിങ്ക് ക്ലീൻ ചെയ്തിടാന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ രാത്രി നമ്മൾ എങ്ങനെ കഴുകി ക്ലീൻ ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണത്. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പാത്രങ്ങളുണ്ട് ഇവിടെ രാത്രിയിൽ. അപ്പം കുറവൊന്നുമില്ല. അതുകൊണ്ട് ഗ്ലാസ്സുകളുണ്ട്, പാല് കാച്ചിയ പാത്രങ്ങൾ, പാല് കുടിച്ച പാത്രം, ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി ഇത് ഓരോന്നും ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഈസി ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഈസി ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യം ഇത് സിങ്കിൻ്റെ അടപ്പാണ്. ആദ്യം നമുക്ക് സിങ്കിൻ്റെ അടപ്പ് വെച്ചിട്ട് സിങ്ക് നമുക്ക് ആദ്യം ക്ലോസ് ചെയ്തിടണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് വേസ്റ്റ് ഒന്നും പോകാതിരിക്കാനും ഇത് ബ്ലോക്ക് ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് സിങ്ക് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലിക്വിഡ് എടുക്കണം. ലിക്വിഡ് എടുക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരു 3-4 സ്പൂണ് വിം ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ നല്ല ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതൊരു പാത്രത്തിലേക്ക്, ഒരു പഴയ പാത്രമാണ്, അതിലേക്ക് ഞാനിത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും മതി നമുക്കിപ്പോൾ ഇത്രയും പാത്രം കഴുകാനായിട്ട്. പിന്നെ നമുക്കുള്ള സ്ക്രബ്ബറാണ്. അപ്പോൾ വലിയ സ്ക്രബ്ബറും ഉണ്ട്, ചെറിയ സ്ക്രബ്ബറും ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് എടുക്കാം. അപ്പം ആദ്യം നമ്മൾ ഇതുപോലുള്ള കപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഈ കപ്പുകളാണ് ആദ്യം നമ്മുടെ ഗ്ലാസിൻ്റെ പാത്രങ്ങളുണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യം കഴുകി മാറ്റേണ്ടത്. അപ്പം ഞാൻ ആദ്യം അതാണ് കഴുകാൻ പോകുന്നത്. അല്ലെങ്കിൽ ബാക്കിയെല്ലാം കൂടി നമുക്ക് ഒരുമിച്ചായി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഇതിൽ എണ്ണയുടെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പാടാണ്. പിന്നെ നമുക്ക് പാല് കാച്ചിയ ചരുവങ്ങളോ പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് വിമ്മിൻ്റെ ലിക്വിഡ് ഒഴിച്ചിട്ട് അത് മാറ്റി വയ്ക്കുക. ലാസ്റ്റ് നമുക്കത് കഴുകിയെടുത്താൽ മതി. അപ്പോൾ അത് നല്ലപോലെ കുതിർന്നിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എണ്ണ മെഴുക്കുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ മീൻ പൊരിക്കുന്നതോ അങ്ങനെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഇതുപോലെ വിമ്മ് ശകലം ഒഴിച്ചിട്ട് വെള്ളവും കൂടി ചേർത്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഈ പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാം. ആദ്യം നമ്മുടെ കപ്പുകളാണ് നമ്മൾ കഴുകാൻ പോകുന്നത്. നമുക്ക് കുറേശ്ശെയായിട്ട് കഴുകാം. ഇതുപോലെ ഒരു ടവൽ എടുത്തിട്ട് നമ്മളിങ്ങനെ കൗണ്ടർ ടോപ്പിലേക്ക് വെള്ളം ഇല്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ ഇങ്ങനെ വിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കപ്പുകളെല്ലാം കഴുകി ഇതിലേക്ക് കമത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് കപ്പുകൾ ഓരോന്നായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് ഇതേ കണ്ടോ, ഇതുപോലെ നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലേക്ക് വെള്ള തുണിയിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് നമ്മൾ മറ്റുള്ള പാത്രങ്ങളും കഴുകി വരുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളം കറക്റ്റായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്കൊന്ന് തുടച്ചെടുത്തിട്ട് നമ്മളെ റാക്കിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ കപ്പെല്ലാം കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പാത്രങ്ങൾ കഴുകാം. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് എല്ലാം ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാനിവിടെ വേസ്റ്റ് കളയുന്നത് ഇതിലേക്കാണ് ഇട്ട് വയ്ക്കുന്നത്. എന്നിട്ട് എടുത്ത് കളയാണ് ചെയ്യുന്നത്. ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമുക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് വേസ്റ്റ് വെള്ളമാണ്. തൈര് കുറേ ഒഴിച്ച പാത്രം, അത് നമുക്ക് ഈ ചെറിയ പാത്രങ്ങൾ കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് പ്ലേറ്റ്സ് കഴുകാം. അപ്പം നമുക്ക് ആദ്യം ഇതൊക്കെ കഴുകാം സോപ്പിട്ട്. ഇതെല്ലാം സോപ്പിട്ടിട്ടുണ്ട്. ഞാൻ ഈ ചെറിയ ബൗളുകളും പാത്രങ്ങളും ഒക്കെ ഇതുപോലൊരെണ്ണത്തിനകത്താണ് കഴുകി വയ്ക്കുന്നത്. അപ്പോൾ രാത്രി ഇതിൽ കഴുകി വെച്ച് കഴിയുമ്പം രാവിലെ ആകുമ്പം ഇതിനകത്തുള്ള വെള്ളം എല്ലാം പോയി കറക്റ്റായിട്ടിരിക്കും. നമുക്കെടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ റാക്കിലേക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം. എല്ലാം കഴുകി ഇതിലേക്ക് വെക്കട്ടെ. ഈ പാത്രങ്ങളെല്ലാം ഓരോന്നായിട്ട് കഴുകി എടുക്കുകയാണ്. അതും കഴുകി എടുത്തിട്ടുണ്ട്. ഈ പാത്രങ്ങളും അപ്പുറത്തന്നെ ഇതിനകത്തുനിന്ന് കറക്റ്റായിട്ട് കണ്ടോ, ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും കണ്ടോ. അപ്പോൾ നമുക്ക് ഒരു ഇങ്ങനെ സിങ്കിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഈ വെള്ളം എല്ലാം അങ്ങ് താഴെ പോവുകയും ചെയ്യും. നമുക്ക് പാത്രങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാനൊന്ന് മാറ്റി വയ്ക്കട്ടെ. ഇനിയുള്ളത് നമ്മുടെ വലിയ സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസിൻ്റെ പ്ലേറ്റുകളൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. സിങ്കിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഇത് ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ബാക്ക് ഭാഗവും നമ്മൾ നല്ലപോലെ തേക്കണം, ലിക്വിഡ് ഇട്ട് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടേബിളിൻ്റെ പുറത്തൊക്കെ വെച്ച് കഴിച്ചതിന് ശേഷം അതിൽ അഴുക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്ക് ഭാഗവും നമ്മൾ നല്ലപോലെ കഴുകിയെടുക്കണം. ഞാൻ ഇതും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കട്ടെ. പാത്രങ്ങളെല്ലാം കഴുകി നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് ഉണക്കാനായിട്ടൊരു ടവലിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. പാല് കാച്ചിയ പാത്രമാണ് കണ്ടോ. അത്യാവശ്യം നല്ല പോലെ അത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ ഒന്നുമില്ല, ഇത് ഈ സ്ക്രബ്ബർ ഇട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് തേച്ചാൽ ഇളകി പോകും. കണ്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. അത് കഴുകിയിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പാത്രം എല്ലാം കഴുകിയിട്ടുണ്ട്. നമ്മുടെ സിങ്കിൽ എത്ര അഴുക്കുണ്ട്, ഇത്ര അഴുക്ക് കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് നമുക്ക് മാറ്റിയിട്ട് സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്തില്ല. ഇനി നമുക്ക് ഉള്ളിത്തൊലി എന്ത് സംതിങ് ശകലം ഉണ്ടായിരുന്നത് അത് നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ടിതൊന്ന് വെള്ളം ഒഴിച്ച് കഴുകാം. ഞാൻ സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ വേറൊരു സ്ക്രബ്ബറാണ് വെച്ചേക്കുന്നത്. അത് ഞാൻ കുറച്ച് ദൂരെ മാറ്റിയാണ് വെച്ചേക്കുന്നത്. കാരണം നമ്മൾ അബദ്ധത്തിൽ നമ്മുടെ അടുത്ത് ഉപയോഗിച്ചാലോ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ശകലം ലിക്വിഡ് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ സൈഡും ഇവിടെയൊക്കെ ഒന്ന് കഴുകും. ഇനി നമുക്ക് ഈ സൈഡ് നമ്മൾ മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തല്ലോ. ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. ഇത് ആദ്യം ദൂരം മാറ്റി വയ്ക്കുക. നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞത് നമ്മൾ വയ്ക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പാത്രം കഴുകുന്നതിൻ്റെ അവിടെ നിന്ന് മാറ്റി വയ്ക്കുക. ഫസ്റ്റ് ഞാൻ മാറ്റി വെച്ച് ഇനി നമുക്കിവിടെ ഒന്നും കൂടി കഴുകിയെടുക്കാം. സിങ്കിൻ്റെ അകത്തേക്കുള്ള ആ സ്മെല്ലോ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ബേക്കിംഗ് സോഡയാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു സ്പൂൺ മതി. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കുപ്പിയിൽ ശകലം ബേക്കിംഗ് സോഡ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ക്ലോസ് ചെയ്തിട്ട് ഇത് നാരങ്ങയാണ്. നാരങ്ങ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് അതെടുത്തിട്ട് അതിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക. കണ്ടോ. ഇവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സൈഡുകളിലെല്ലാം ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കും. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ അതൊരു ഇതേ അല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇടുക, ഒന്ന് കഴുകി കൊടുക്കുക വെള്ളം ഒഴിച്ച്. അപ്പോൾ നല്ല ഒരു മണമാണ്. നിങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം നല്ലതാണെന്ന്. ഇത് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോവും. പിന്നെ നമ്മൾ ഈ നാരങ്ങയുടെ തൊണ്ടിങ്ങി മാറ്റിയിട്ട് ഇതങ്ങ് കഴുകി കൊടുക്കുക. നല്ലപോലെ കഴുകിയിടുക. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്കിപ്പോൾ ഇവിടെ ഒരു ക്ലോസ് ചെയ്യാനൊരിതുള്ളതുകൊണ്ട് ഈ നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, ബാലൻസ് വരുന്ന ഈ തൊണ്ട്, ഇത് ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തേക്കും. എന്നിട്ട് ഇതങ്ങ് അടച്ചേക്കും. അപ്പം ഇത് അടച്ച് തന്നെ ഇടും ഞാൻ. കാരണം അല്ലെങ്കിൽ ഇതിനകത്തുനിന്നൊരു ബാഡ് സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാൽ. എന്നിട്ട് രാവിലെ ആകുമ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതങ്ങെടുത്ത് കളഞ്ഞിരുന്നാൽ മതി. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു മണം കിട്ടുകയും ചെയ്യും. നമ്മുടെ പ്ലേറ്റുകളെല്ലാം നമ്മൾ കഴുകി വെച്ചിട്ടേ ഉള്ളൂ. നമുക്കിനി അതൊന്ന് ഉണക്കിയെടുക്കണ്ടേ. അതെങ്ങനെയാണെന്ന് നോക്കണ്ടേ. ഇതുപോലൊരു ടവല് നമ്മളിടുക. അപ്പോൾ ഇത് കിച്ചണിലേക്ക് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ 1-2 ടവല് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഈ പ്ലേറ്റുകൾ ഇതിലേക്ക് കമഴ്ത്തി വെച്ച് കൊടുക്കുക. അപ്പം ഞാനിപ്പം 2-3 പ്ലേറ്റ് മാത്രമേ ഇവിടെ ഉപയോഗിക്കുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ആ പ്ലേറ്റുകൾ മാത്രമേ ഞാൻ ഇതിലേക്ക് വെക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പ്ലേറ്റ് ഉള്ളവരാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എനിക്ക് കുറച്ച് പ്ലേറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പ്ലേറ്റുകളാണിത്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ ഞാൻ പ്ലേറ്റ് ഇതിലേക്ക് വെക്കുന്നില്ല. അത് ഞാൻ നേരിട്ട് റാക്കിലേക്ക് അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. അത് അവിടെ ഇരുന്നിട്ട് വെള്ളം വാർന്ന് പൊക്കോളും. നേരത്തെ വെച്ചിട്ടുള്ളത് നമ്മുടെ കപ്പൊക്കെ കണ്ടോ, ഏകദേശം വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കത് കപ്പിൻ്റെ സ്റ്റാൻഡിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വെള്ളമൊക്കെ പോകട്ടെ. നമ്മുടെ കപ്പിൻ്റെ സ്റ്റാൻഡാണ്. അപ്പം ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കപ്പുകളൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കപ്പൊന്നും വേറെ റാക്കിലാക്കിയാണ് വെക്കുന്നത്. അപ്പം ഇത് രണ്ടും ഞാൻ ആ റാക്കിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അല്ലാതെ യൂസ് ചെയ്യുന്ന സ്റ്റീൽ കപ്പുകളും എല്ലാം വെള്ളമെല്ലാം പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാറ്റി വെക്കുന്ന റാക്കിലേക്ക് ഞാനങ്ങ് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതും കണ്ടോ എല്ലാം ഏകദേശം വെള്ളമെല്ലാം പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്പൂണിൻ്റെ റാക്കിലേക്ക് ഇടുകയാണ്. അപ്പോൾ എല്ലാം കാണിക്കുന്നില്ല. ഇത് കണ്ടോ പ്ലേറ്റുകൾ, ഇത് സ്റ്റീൽ പ്ലേറ്റുകൾ
കണ്ടോ, എല്ലാം ഏകദേശം ഡെയിലി യൂസ് ചെയ്യുന്ന പ്ലേറ്റുകളാണ്. അത് ഏകദേശം ക്ലീനായി വന്നിട്ടുണ്ട്. അത് ഞാൻ ഉണങ്ങി വന്നിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ റാക്കിലേക്ക് മാറ്റിയാൽ. ഇത് നമ്മുടെ കയ്യിൻ്റെ പാത്രമാണ്. അത് ഞാൻ സ്റ്റീൽ പാത്രങ്ങൾ വയ്ക്കുന്ന റാക്കിലേക്ക് വയ്ക്കുകയാണ്. ബൗളോളം ക്ലീനായി വന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വയ്ക്കും. അത് ക്ലീനാക്കി വെച്ച് ഈ ഗ്ലാസ് വയ്ക്കുന്നതിൻ്റെ പൊസിഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പാത്രവും ഈ തുണി ഞാൻ മാറ്റുക. ഈ തുണി നല്ലപോലെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒന്നുകിൽ കഴുകി വെക്കുക, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ യൂസ് ചെയ്യണ 2-3 ദിവസം കൂടുമ്പോഴത്തേക്ക് ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയിട്ട് കഴുകി ഉണക്കി വെച്ചാൽ മതി. ഇതുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ മാറ്റുക. അപ്പോൾ എൻ്റെ ജോലി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുള്ള ഈ പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. അതും ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അതും ഉണങ്ങിയിരിക്കും. നമ്മുടെ പ്ലേറ്റ് ക്ലീൻ ആയിട്ടുണ്ടോ എന്ന് നോക്കാം, ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് അത്യാവശ്യം വെള്ളം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക, നമ്മുടെ പ്ലേറ്റ് റാക്കിലേക്ക് വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ ജോലിയും തീർന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ക്ലീൻ ആയിട്ട് വരും. ഇത് നല്ല ഉണങ്ങി വന്നിട്ടുണ്ട്, ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പ്ലേറ്റുകളും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.